എല്ലാം നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അച്ഛാ, ദാ അവര് വന്നു. അച്ഛനിപ്പ വരും. എന്താ പ്ലാൻ? പ്ലാനോ? എന്ത് പ്ലാൻ? അയ്യടാ. ഗുഡ് ഈവനിങ്. അയ്യേ, അച്ഛൻ ഇങ്ങനെയാണോ വന്നത്? എന്താ കുഴപ്പം? അച്ഛൻ വലിയ ഗൗരവക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊഴുപ്പിച്ചു വെച്ചേക്കുമായിരുന്നു. അച്ഛൻ ചെന്നൊരു സ്യൂട്ട് എടുത്തിട്ട് ഒരു പൈപ്പ് ഒക്കെ കടിച്ചു പിടിച്ച് ഒന്നുകൂടെ വാ. കണ്ടോ, എന്നെ കൊണ്ട് അവള് കെട്ടിക്കാത്ത കോമാളി വേഷങ്ങളില്ല. എനിവേ, ഐ എം രംഗനാഥൻ. ഐ എം ഡോക്ടർ മൈഥിലി. ഇത് ഡോക്ടർ അരുൺ. ഞങ്ങൾ ഒരേ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരിന് ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. മൈഥിലി, ഭർത്താവ് സാരംഗ്, മക്കൾ 2 പേർ, യാമിനി, യദു. ഇത് ഡോക്ടർ അരുൺ, ഫാദർ ഡൊമിനിക്കിന്റെ മാനസപുത്രൻ. അച്ഛന്റെ വാത്സല്യത്തിലും ശിക്ഷണത്തിലും വളർന്ന ഉത്തമ യുവാവ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കിരിക്കെ. ഇനി പറ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയായിരുന്നു? എന്തായാലും നിങ്ങൾ 2 പേരും ഇങ്ങോട്ട് പരിചയപ്പെട്ടതായിരിക്കില്ല, ഇവൾ അങ്ങോട്ട് ഇടിച്ചു കയറിയായിരിക്കും. ഇവളെ എനിക്ക് നന്നായിട്ട് അറിയാം. കൂട്ടത്തിൽ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കുറച്ച് സ്നേഹക്കൂടുതലും അതിന്റെ സ്വാതന്ത്ര്യം എടുക്കലും ഉണ്ടെന്നല്ലാതെ എനിക്ക് സ്നേഹയില് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? സ്വന്തം മോളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒറ്റ കൊടുക്കാൻ നോക്കിയിട്ട് വല്ല നടന്നോ? ഇവിടെ ചുറ്റുപാടൊന്ന് അന്വേഷിച്ചു നോക്കണം മിസ്റ്റർ രംഗനാഥൻ. ഡോക്ടർ സ്നേഹയുടെ പവർ അറിയണമെങ്കിൽ. സമ്മതിച്ചു. അരുൺ എന്താ ഒന്ന് സംസാരിക്കാതിരിക്കുന്നേ? ഞാൻ അങ്ങനെ അധികം സംസാരിക്കാറില്ല. അപ്പോ അധികം സംസാരിക്കേണ്ട അവസരം വന്നാൽ എന്ത് ചെയ്യും? പുറത്ത് നാളെ വിളിക്കൂ. അച്ഛനരുണിനെ റാഗ് ചെയ്യൊന്നും വേണ്ട. അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല എനർജറ്റിക് ആണ് അല്ലേ മാഡം? ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് സന്തോഷമായി. ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റലിലേക്കുള്ള യാത്രയായിരുന്നു ഇവളുടേത്. അമ്മയില്ല, എനിക്ക് കൂടെ നിൽക്കാനും പറ്റിയിരുന്നില്ല. പക്ഷെ ഇനി എന്തായാലും ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ടാവും. ഇവളെന്തായാലും നിങ്ങളെപ്പോലെ കുറച്ച് നല്ല സുഹൃത്തുക്കളെ സമ്പാദിച്ചല്ലോ. ഐ എം വെരി മച്ച് ഹാപ്പി. പിന്നെ മൈഥിലി, ഒരു ദിവസം നിങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങണം. അതിനെന്താ? സ്നേഹ അച്ഛനെയും കൂട്ടി ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങ. അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നാളെ വേണോ? ഞാൻ റെഡിയാ. അയ്യോ, നാളെ വരണ്ട, ഞാൻ പറയാം. മാഡം ഒരു ദിവസം തീരുമാനിച്ച് കാര്യമായിട്ട് പാചകം ചെയ്ത് വെച്ചിട്ട് ഞങ്ങളെ വിളിക്കാനാണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. സാധനങ്ങൾ ഉണ്ടായാൽ മാത്രം മതി. അച്ഛൻ അടുക്കളയിൽ കയറിക്കോളും. അച്ഛൻ നല്ല കുക്കാ. ഇവിടുത്തെ അടുക്കളപ്പണി പോരാഞ്ഞിട്ടാണോ നാട്ടിലുള്ള അടുക്കളപ്പണിയെല്ലാം കോൺട്രാക്ട് പിടിച്ച് എനിക്ക് തരുന്നത്? അച്ഛനെ നല്ലൊരു കുക്കാ. അതൊക്കെ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവും. അപ്പൊ ബാക്കിയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ആവാം അല്ലേ മാഡം? എന്താ ബാക്കി? അതൊക്കെ ഉണ്ട്. ഞാൻ ഫോണൊന്നും എടുക്കട്ടെ. സ്നേഹയും അച്ഛനും കൂട്ടുകാരെ പോലെയാണല്ലേ? പിന്നല്ലാതെ. പക്ഷേ ഈ കൂട്ടുകാരെ പോലെ ആയതും ഒരു കുഴപ്പാ. എന്തു കുഴപ്പം? നമ്മുടെ കാര്യം ഞാൻ ഇതുവരെ അച്ഛൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്തിട്ടില്ല. അല്ല, കുഴപ്പമില്ല. നമ്മള് ഫുഡ് കഴിക്കുമ്പോ മൈഥിലി മാഡം ഒന്ന് പറഞ്ഞാ മതി. യോ, ഞാനോ? പിന്നല്ലാതെ. ഞങ്ങൾ എങ്ങനെയാ പറയുന്നേ അല്ലേ അരുൺ? എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ടും പറ്റില്ല. അതൊന്നും പറയണ്ട. ഒന്ന് തുടങ്ങി വെച്ചാ മതി. ബാക്കി ഞാൻ പിടിച്ചു കയറിക്കോളാം. ഒരു കാരണവരായിട്ടൊന്ന് നിൽക്കുന്നേ. ഹലോ, JK ഹോസ്പിറ്റൽ. ഇത് ഡോക്ടർ മൈഥിലിയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. മകളാണ്. അമ്മ ഒന്ന് കണക്ട് ചെയ്യോ? മേഡം കുറച്ചു മുന്നേ ഇറങ്ങിയല്ലോ മോളെ. മൊബൈലിൽ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചു. മൊബൈലിൽ റേഞ്ച് ഇല്ല. ഏതെങ്കിലും പേഷ്യന്റിനെ കാണാനോ മറ്റോ ഇറങ്ങിയതാണോ? അല്ല, മേഡം ഡോക്ടർ അരുണും കൂടെ ഒന്നിച്ചാ ഇറങ്ങിയത്. ഡോക്ടർ അരുണിന്റെ ഫോണിലൊന്ന് വിളിച്ചു നോക്കൂ മോളെ. കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം. ഒരു മിനിറ്റ്. അമ്മ ഇറങ്ങിയിട്ട് എത്ര സമയമായി കാണും? ഒരു ഹാഫ് ആൻ അവർ. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് എത്താറായി കാണും. താങ്ക്സ്.
ഇതൊരു വലിയ സംഭവമാക്കിയിട്ടുണ്ടല്ലോ. എവറിഥിങ് മെയ്ഡ് ഫ്രം അവർ ഓൺ കിച്ചൺ. ഒന്നും പുറത്തൊന്നില്ല. ചീഫ് കുക്ക് അച്ഛൻ, ഞാൻ അസിസ്റ്റന്റ്. അസിസ്റ്റന്റ് ചെയ്ത ജോലി എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ഇരിക്കെ. സ്നേഹ ഇരിക്കുന്നില്ലേ? ഇപ്പൊ ഒല്ലി സെർവിങ്. നിങ്ങൾ കഴിക്കേ. കുറച്ചു മതി. അതൊന്നും പറ്റില്ല. ഇത് മുഴുവൻ കഴിച്ചു തീർക്കാതെ ഞാൻ വിടില്ല. അല്ലെങ്കിൽ രണ്ടുപേർക്ക് ഓരോ കെട്ടുകളിലായിട്ട് പൊതിഞ്ഞു തരും. അതാ നല്ലത്. ഇതേതായാലും പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾ അവള് പറയുന്നത് കേൾക്കണ്ട. ആവശ്യമുള്ളത് കഴിക്കുക. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആ ഒരു നിർബന്ധം മാത്രമേ എനിക്കുള്ളൂ. ഗംഭീരായിട്ടുണ്ടല്ലോ. അങ്ങനെ പ്രശംസിക്കുകയൊന്നും വേണ്ട. എല്ലാം കഴിച്ചു നോക്കിയിട്ട് സാവധാനത്തിൽ പറഞ്ഞാൽ മതി. അയ്യോടാ, വിനയം കണ്ടില്ലേ? ഇതെല്ലാം ഞാൻ കഴിച്ചു നോക്കി അഭിപ്രായം പറഞ്ഞതാ. നീ പറയുന്ന മാതിരിയാണോ വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റ് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുന്നത്? എന്തായാലും എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. നല്ല ടേസ്റ്റ്. അതെ, അച്ഛനെ ഒന്ന് മണിയടിക്കാൻ വേണ്ടി പറയുന്ന. ഓക്കെ ഓക്കെ, ഇനി എല്ലാം കഴിച്ചിട്ട്. മിസ്റ്റർ രംഗനാഥൻ, സ്നേഹയുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമായില്ലേ? ഓൾറെഡി എന്റെ സമയം കഴിഞ്ഞു. ഞാനതിന്റെ തിടുക്കത്തിലുമാണ്. നാളെ തന്നെ ഏതെങ്കിലും ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യും. 1-2 ദിവസം കൊണ്ട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നു, നടത്തുന്നു. അത്രേ ഉള്ളൂ. അല്ല, ഈ മാട്രിമോണിയൽ സൈറ്റ്സ് വഴിയൊക്കെ ആളുകളെ കണ്ടെത്താന്ന് പറയുമ്പോ അതൊക്കെ ഇപ്പൊ യൂഷ്വലായി നടക്കുന്ന കാര്യങ്ങളല്ലേ. സൈറ്റ് വഴി ഇപ്പോൾ ആളെ കണ്ടാലും നേരിട്ട് കണ്ടും പരിചയപ്പെട്ടും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാവുമല്ലോ നടത്തുന്നത്. ഞാനെന്തായാലും എന്റെ മോൾക്ക് കണ്ടെത്തുന്ന ആള് മോശമാവില്ല. അയാൾ നല്ല പാരമ്പര്യമുള്ള ആളും ശക്തമായ കുടുംബബലമുള്ള ആളും ആയിരിക്കും. ഇവൾക്ക് നാളെ വേദനിക്കേണ്ടി വരരുതല്ലോ. അതെ, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ സ്നേഹയുടെ ഇഷ്ടത്തിനല്ലേ പ്രാധാന്യം? അതത്രേ ഉള്ളൂ. ഇവൾക്ക് ബോധിച്ചാളെ ഇവള് പറയട്ടെ. സർ, സ്നേഹ അവളുടെ ഭാവിയെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങൾ അച്ഛനും മോളും എത്ര നല്ല കൂട്ടുകാരായിട്ടും അവൾ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ എനിക്ക് അത്ഭുതം തോന്നുക. എന്നാൽ പിന്നെ മൈഥിലി മേഡം തന്നെ പറഞ്ഞോളൂ. അരുണും സ്നേഹയും തമ്മിൽ ഇഷ്ടത്തില. അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റില്ലേ? അതെങ്ങനെയാ ഡോക്ടർ മൈഥിലി? എന്റെ മകൾക്ക് വരുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞ കൺസെപ്റ്റുകൾ ഡോക്ടർ കേട്ടതല്ലേ? അരുൺ ആരുണ്ട്? അരുണിന്റെ കുടുംബബലം എന്ത്? അച്ഛാ, ഇത്ര നേരം സംസാരിക്കാത്ത നിനക്ക് ഇനി സംസാരിക്കാൻ അവസരമില്ല. ഇത് നടക്കില്ല. സർ, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല തന്നെ. ഈ സൗഹൃദവും ഈ ഡിന്നറും ഒക്കെ ഇതിനു വേണ്ടിയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. താൻ ആ ചിക്കൻ ഫ്രൈയെ കുറിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. കൊള്ളാം സാർ. സാറോ? എന്റെ മോളെ കെട്ടാൻ നടക്കുന്നവൻ എന്നെ സാറേ നല്ലല്ലോ വിളിക്കേണ്ടത്, അച്ഛാന്നല്ലേ? ഐ ആം റിയലി സോറി മാഡം. ദിവസേനയുള്ള ഞങ്ങളുടെ ഫോൺ സംഭാഷണങ്ങളിൽ
ഒരു ഡോക്ടർ അരുണും അവന്റെ ക്വാളിറ്റീസും കേട്ടു തുടങ്ങിയപ്പോഴേ എനിക്കതിന്റെ മണം കയറി തുടങ്ങിയിരുന്നു. എന്നിട്ട് ഇത്രയും നാള് ഇവൾ എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചിരുന്നില്ലേ? അപ്പൊ പിന്നെ ഞാനൊരു ഷോക്ക് കൊടുക്കണ്ടേ? അച്ഛോ. ഇനി അഭിപ്രായമാണെങ്കിൽ നീ തെരഞ്ഞെടുത്ത പയ്യനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചൊന്നുമല്ല, ഒരുപാട്. ഇനി അവന് കുടുംബമുണ്ടോ കൂട്ടുണ്ടോ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ കുഞ്ഞിന് ഇവനെ മതി. എന്റെ അമ്മേ, മനുഷ്യനെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞല്ലോ. ശരിക്കും ഞാനാ വിറച്ചു പോയത്. നീ ഇനിയെങ്കിലും ഒന്ന് മിണ്ടരുണേ. താങ്ക് യു സർ. അല്ല, താങ്ക് യു അച്ഛാ. അതാണ്. ഞാൻ കൈ കഴുകിയിട്ട് വരാം. കഴിച്ചിട്ട് മതി. കഴിഞ്ഞു. ഇവൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചേറില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അവൾക്കങ്ങനെ തെറ്റുകളൊന്നും പറ്റിയിട്ടില്ല. അവൾ പ്രസന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കും. താങ്ക് യു. അരുൺ നല്ലവനാ. എനിക്കൊരു അനുജൻ തന്നെയാ. ആ അതെ, ഇങ്ങനൊരു കാര്യം മനസ്സിലെടുക്കുമ്പോൾ മൈഥിലി കൂടിയാണ് എന്റെ ഒരു ഗ്യാരണ്ടി. അയ്യോ അരുൺ, ടവൽ അവിടെ ഇല്ല, ഞാൻ എടുത്തുതരാം. രക്ഷപ്പെട്ടു അല്ലേ? എന്റെ ദൈവമേ. എന്താ പറഞ്ഞോളി. പോടാ. അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കെല്ലാരും കൂടി ഇരുന്ന് തീരുമാനിക്കാം. എന്റെ ഒരു അഭിപ്രായം എന്താണെന്നറിയോ? അധികം വെച്ച് നീട്ടണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. പൊടി അവിടുന്ന്. ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? ഒന്നുമില്ല ലക്ഷ്മി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ ഇങ്ങനെ കുടിക്കാൻ കാരണം എന്തോ പ്രശ്നമാണ്. പ്രശ്നങ്ങളുള്ളപ്പോ ഞാനിത് തൊടാറില്ലല്ലോ ലക്ഷ്മി. നാള് കുറച്ചായി ഇതിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്ന് വെച്ചാ മനസ്സിനൊരു സന്തോഷം തോന്നിയിട്ട് നാളുകളായി എന്നർത്ഥം. ഇപ്പൊ എന്താ ഇത്ര സന്തോഷം? തീക്കാറ്റ് വീശാൻ തുടങ്ങിയിരിക്കുന്നു. ശാന്തമായി കിടന്ന കടല് വരെ കത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് നമ്മുടെ മോന് നന്നായിട്ടറിയാം. അവൻ കാണുന്നുണ്ടാവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാരെങ്കിൽ ഇനി ഒരു കുടുംബം ഉണ്ടാവൂ? ഇനി എന്നെങ്കിലും ആ കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവൂ? ഇല്ല. ഉണ്ടാക്കി വെച്ച പണക്കൂമ്പാരത്തിന്റെ മുന്നില് ഉറക്കം കിട്ടാതിരിക്കാൻ വിധിക്കപ്പെട്ടവൻ. എന്തൊരു ദുഷ്ടത്തിലാ നിങ്ങൾ ഈ ചിന്തിക്കുന്നേ? അവരുടെ കുടുംബം ഇല്ലാതാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? മൈഥിലി അച്ഛനും അമ്മയായിട്ട് പോലും അല്ല, ദൈവങ്ങളുടെ സ്ഥാനത്താ നമ്മളെ കാണുന്നത്. അവളുടെ ജീവിതമാണ്. അവൾക്കൊരു ദൈവത്തിന്റെ അംശമുണ്ട്. പക്ഷേ അവളൊരു ചെകുത്താന്റെ കയ്യില. വേണ്ട കേട്ടോ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. അവരുടെ ഇടയിൽ എങ്ങനെയാ തെറ്റിദ്ധാരണ ഉണ്ടായതെന്ന് വെച്ചാ അതങ്ങ് തിരുത്തി കൊടുക്ക്. കുട്ടികൾ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. നാനൊരു വിളയാട്ട് ബൊമ്മയാ ജഗൻ നായകിയേ ഉമയേ ഉന്തനക്ക്. നാനൊരു വിളയാട്ട് ബൊമ്മയാ ബൊമ്മയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഓരോരുത്തരെ ആയിട്ട് തമ്മിൽ അടുപ്പിക്കുന്നത് നിങ്ങൾ ഒരാളാ. എന്നിട്ട് എന്ത് സുഖമാ കിട്ടുന്നത്? നിന്റെ മോനില്ലാതായപ്പോ നീ വേദനിച്ചോ അതോ സുഖിച്ചോ? സേതു ഈ ഭൂമിയിൽ നിന്ന് പോയതിനു ശേഷം മനസ്സറിഞ്ഞ് നീ ചിരിച്ചിട്ടുണ്ടോ? ഞാൻ ചിരിച്ചിട്ടില്ല. എന്റെ സന്തോഷവും ആവേശവും എല്ലാം അവന്റെ ചിതയ്ക്കൊപ്പം കത്തിപ്പോയി.
എന്നാലും ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ അച്ഛാന്നൊരു വിളി ഞാൻ കേൾക്കാറുണ്ട്. അതിലവന്റെ വേദനയുണ്ട്, അവന്റെ പരാതിയുണ്ട്. അവനെ ചതിച്ചു കൊന്നവൻ ഇപ്പോഴും ഭൂമിയിൽ സന്തോഷിച്ച് നടക്കുന്നതിന്റെ സങ്കടമുണ്ട്. കുട്ടിച്ചന്റെ മകൻ സേതുനാഥൻ ഒരു ദിവസം ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടന്നു. ആളുകൾ അത് വിശ്വസിച്ചോളും. പക്ഷെ അന്നും ഇന്നും കുട്ടിയച്ചൻ വിശ്വസിച്ചിട്ടില്ല. കൊന്നതാ ലക്ഷ്മി, നിഴല് പോലെ കൂടെ നടന്നവൻ കൊന്നതാ. ഇന്ന് സാരം കൊണ്ടാക്കി വെച്ചിരിക്കുന്ന സകല സാമ്രാജ്യങ്ങളുടെ അടിത്തറ നമ്മുടെ മോന്റെ ജീവൻ കൊണ്ട് പണിതതാ. എന്റെ മോനെ കൊന്നവനെ ഞാൻ വെറുതെ വിടണോ? തുരന്ന് കയറാവുന്ന മനസ്സുകളിലൊക്കെ ഞാൻ തുരന്ന് കയറും. സംശയം വിതയ്ക്കാവുന്ന ഹൃദയങ്ങളിലൊക്കെ ഞാൻ സംശയം വിതയ്ക്കും. മൈഥിലിയുടെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ എന്റെ ലക്ഷ്യത്തിന് അതൊരു തടസ്സമാവില്ല. നീ നോക്കിക്കോ ലക്ഷ്മി, നമ്മുടെ മോന്റെ ജീവൻ എടുത്തവൻ സകല സ്വസ്ഥതയും നഷ്ടപ്പെട്ട് സ്വന്തം ജീവൻ എടുക്കുന്നത് കണ്ടിട്ടേ കുട്ടിയച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് പോകൂ. ഈ കിടപ്പിൽ കിടന്ന് നീ കാണുന്നതൊക്കെ കുട്ടിച്ചന്റെ തീരുമാനം അനുസരിച്ചുള്ള ആട്ടങ്ങളാ. നീ കാഴ്ചക്കാരിയാവാനേ പാടുള്ളൂ, ആടാൻ ഇറങ്ങിക്കൂടാ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ലക്ഷ്മിക്ക്? ആ അല്ല, അരുൺ കയറുന്നുണ്ടോ? ആ, അതെന്ത് ചോദ്യം? ഇവിടം വരെ വന്നിട്ട് കുട്ടികളെ സാറിനെ കാണാണ്ട് പോകാൻ പറ്റുമോ? അല്ല, ഇവിടുത്തെ ആളുകളൊക്കെ എവിടെ? എല്ലാവരും കിടന്നു. കിടന്നോ? ഇത്ര നേരത്തെ അത് പതിവുള്ളതല്ലോ. എനിക്കൊന്നും അറിയില്ല. എല്ലാവരും നേരത്തെ കഴിച്ചിട്ട് കിടന്നു. ഓക്കെ, എന്നാ പിന്നെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ മാം. ശരി ശരി. ആരും ഉറങ്ങിയിട്ടില്ല. പിന്നെന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? ഇവിടെ വലിയ പ്രശ്നമായിരുന്നു. എന്ത്? മോനും മോളും തമ്മിൽ. യാമി മോള് ഹോസ്പിറ്റലിൽ വിളിച്ചു. മാമ അവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോ യദുവായിട്ട് രണ്ടുപേരും വഴക്കിട്ട് മിണ്ടാതിരിക്കുക. അത് സാറിനെ അറിയിക്കേണ്ടതെന്ന് തോന്നിയത് കൊണ്ടാ. അതെന്തായാലും നന്നായി. കുടുംബകാര്യങ്ങളിൽ അരുണിന് ചില സംശയങ്ങളുണ്ട്. അമ്മ ഇത് എവിടെന്നാ വരുന്നത്? എന്തു പറ്റി മോനെ? അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് എവിടെയാ പോയത്? അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു നേരമായി. അരുൺ അങ്കിളിന്റെ കൂടെ ഒരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു. മോൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നോ? ഞാനല്ല, ചേച്ചിയാ വിളിച്ചത്. അമ്മ അങ്ങനെ ഒരിടത്തും പോയില്ലെന്നാ ഞാൻ പറഞ്ഞു. അരുൺ അങ്കിളുമായിട്ട് അമ്മ പോയത് ഡോക്ടർ സ്നേഹയുടെ വീട്ടിലേക്കാ. അരുൺ അങ്കിൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ വീട്ടിലേക്ക്. ആ കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാ. ചേച്ചിയുടെ മുമ്പ് ഞാൻ തോറ്റു, അത്ര തന്നെ. യദു,